വെൽക്കം ബാക്ക് ടു ദേവഗംഗാസ് വ്ളോഗ്സ്. അപ്പോൾ ഞാൻ ഇന്നൊരു ക്യൂട്ട് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിത് ആദ്യമായിട്ട് തുടങ്ങിയതേ ഉള്ളല്ലോ. ഞാൻ ഷോർട്ട്സും കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടാണ് ഞാനിത് എൻ്റർടൈൻ ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ സ്കൂൾ ബുക്സ് കാണിക്കാനുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് എൻ്റെ കുറച്ച് സ്റ്റേഷനറി ഐറ്റംസൊക്കെ ഉണ്ട് കാണിക്കാൻ വിചാരിച്ചു. പക്ഷേ ഞാൻ ഓർത്ത് ലാസ്റ്റ് ഷോപ്പിങ്ങിന് നമ്മൾ ഷോപ്പിംഗ് വീഡിയോ ഉണ്ടാവും കേട്ടോ. ലുലുമാളിൽ പോയിട്ടുള്ള ഷോപ്പിംഗ് വീഡിയോ എന്തായാലും വരും. അപ്പോൾ അതിൽ കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു, അതുകൊണ്ട് ഞാൻ അതിട്ടില്ല. ബുക്സ് ഉണ്ട്, അപ്പോൾ ബുക്സിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഞാനിപ്പോൾ 5th ആവാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കുറച്ച് ബുക്സ് ഉണ്ടല്ലോ, അപ്പോൾ നമ്മളത് കാണിക്കാൻ വിചാരിച്ചു കേട്ടോ. കുറച്ചുകൂടെ എൻ്റർടൈൻ ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര സ്റ്റാൻഡേർഡാണ് നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ ഈ ബുക്സ് ഞാൻ കാണിക്കുന്നതിൽ ഒരു ഇതില്ലെന്ന് എനിക്ക് വിചാരിക്കുന്നു. ഞാൻ തന്നെ എനിക്ക് കിട്ടുന്ന ഐഡിയാസ് പോലെയാണ് ഞാൻ വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതാണ് കേട്ടോ എൻ്റെ കിറ്റിലാണ് ശ്രീനാരായണ ബുക്ക്. തുടങ്ങുന്നതിന് മുമ്പായിട്ട് എല്ലാവരും എൻ്റെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി പവർ കാണിക്കണം, സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ എൻ്റർടൈൻ ചെയ്യാനുള്ള എല്ലാ ടൈപ്പിൽ വീഡിയോസുകൾ ഞാൻ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എനിക്ക് പറ്റുള്ളത് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ തുടങ്ങണം. ആദ്യം തന്നെ നോട്ട്ബുക്സുകളാണ് വരുന്നത്. നമുക്ക് നോട്ട്ബുക്സ് തൊട്ട് തുടങ്ങാം. ആദ്യം വരുന്നത് നമുക്ക് 4 ലൈൻ ബുക്സാണ് വരുന്നത്. ശരിക്കും കൺഫ്യൂഷനാണ് എന്തിനാണ് ഇത് കിട്ടിയത്. ബിക്കോസ് ഞങ്ങൾക്ക് 1st to 3rd വരെയായിരുന്നു. എൻ്റെ ഇതിൽ എനിക്ക് 1st to 3rd വരെയായിരുന്നു എനിക്ക് ഇങ്ങനത്തെ 4 ലൈൻ ബുക്സ് കിട്ടിക്കൊണ്ടിരുന്നത്. തുറന്ന് ഞാൻ കാണിച്ചാൽ ക്ലിയർ ആവുന്നുണ്ടോ? 4 ലൈൻ ബുക്സുകളാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്നറിയില്ല, ഇപ്പം എനിക്ക് 5th ലൈപ്പ് എന്തിനും കിട്ടി. ചിലപ്പോൾ എന്തിനെങ്കിലും ആയിരിക്കും. നമ്മളിപ്പോൾ ഡിവിഷനും എങ്ങോട്ടൊക്കെയാണ് നമുക്കിപ്പോൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ പറയുന്നതനുസരിച്ചായിരിക്കും ഇത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുക കേട്ടോ. അപ്പോൾ ഒരു 4 ലൈൻ ബുക്കാട്ടോ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂൾഡ് ബുക്സാണ്. ഇതൊക്കെ ഇങ്ങനത്തെ ടൈപ്പിലായിരിക്കും വരുന്നത്. എനിക്ക് 4th മലയാളത്തിന് 2 ലൈൻ ബുക്സ് ആയിരുന്നു. ഇപ്പോൾ മലയാളത്തിലേക്ക് മാറ്റി ഇങ്ങനത്തെ ബുക്സാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് 4 എണ്ണം കേട്ടോ വരുന്നത്. ഞാൻ കൂടെ കാണിച്ചത്. ഓക്കെ, അത് 4 എണ്ണം കേട്ടോ. 4 എണ്ണം വരുന്നുണ്ട്. ഓക്കെ, പിന്നെ വരുന്ന മാത്സ് നോട്ട്ബുക്സുകളാണ് വരുന്നത് കേട്ടോ. ഉണ്ടല്ലോ. അപ്പോൾ മാത്സിൻ്റെ നോട്ട്ബുക്സുകളാണ് വരുന്നത്. ഓക്കെ, ഇങ്ങനെ ടെക്സ്റ്റ് ബുക്സിലേക്ക് കിടന്നാലോ? ഈ പ്രാവശ്യം കുറേ ടെക്സ്റ്റ് ബുക്സ് നോക്കാം. അപ്പോൾ ആദ്യം വരുന്നത് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ വരുന്നത്. കോളിൻസ് എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷ് എക്സ്പോർട്ടിൽ കയറിയിട്ട്. അപ്പോൾ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ വരുന്നത്. ആൻഡ് ഇതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 4ാം ക്ലാസ്സിൽ ഉണ്ടാവാത്തൊരു സാധനമാണ്. ഇതിൽ സക്സസ് വിത്ത് വാല്യൂസ് ആണ്. ഓക്കെ, സക്സസ് വിത്ത് വാല്യൂസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യൂസ്, ലൈഫ് സ്കിൽസൊക്കെ എഴുതിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് വരുന്നത്. ഇതിൽ ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഒക്കെ എന്താണെന്നൊക്കെ 1st പേജിൽ തന്നെ കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് സക്സസ് വിത്ത് വാല്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് കമ്പ്യൂട്ടർ സയൻസ്. അപ്പോൾ അതാണുള്ളത്.
പിന്നെ വരുന്നത് മലയാളവും ഹിന്ദിയുടെയും കോപ്പിറൈറ്റ്സ് ആട്ടോ വരുന്നത്. ഹിന്ദിയുടെ കോപ്പിറൈറ്റ്, പിന്നെ മലയാളത്തിൻ്റെ കോപ്പിറൈറ്റ്. പിന്നെ വരുന്നത് EVSൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് വരുന്നത്. ലൈക്ക് EVS മീൻസ് എൻവയോൺമെൻറ്റ് സ്റ്റഡീസ്, ലൈക്ക് സയൻസ്. എനിക്ക് ഫസ്റ്റ് ടു ഫോർത്ത് ഒരു EVS എന്നായിരുന്നു. ഞങ്ങൾ പകുതി ആൾക്ക് സയൻസ് എന്ന് വിളിക്കും, ചിലർക്ക് EVS എന്ന് വിളിക്കും, ഒരാൾക്ക് ഒരു ടൈപ്പ് വിളിക്കാം. പക്ഷേ ക്ലാസ്സിൽ വരുന്നത് EVS എന്നാണ്. ഓക്കെ, അപ്പോൾ EVS എൻവയോൺമെൻറ്റ് സ്റ്റഡീസ്. പിന്നെ വരുന്നത് മേരി അപ്നി ഹിന്ദി. അപ്പോൾ ഹിന്ദിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഹിന്ദിയിൽ ഒരു സാധനമുണ്ട്, ഞാനിത് 4th തൊട്ടിത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചത് പേപ്പർ ബാക്കിൽ വരുന്നുണ്ട്, ബാക്ക് പേജ് തുറക്കുമ്പോൾ ഇത്രയും വലിയൊരു പേപ്പറിലുണ്ട് ഇത് പിക്ചേഴ്സൊക്കെ എഴുതിയിട്ട്. ഈ ശരിക്കും നമ്മൾ 4th കണ്ടപ്പോൾ ഇതൊന്നും കാണിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ലായിരുന്നു. ഇതിപ്പോൾ എന്തിനാണെന്നൊന്നും എനിക്കറിയാനൊന്നുമല്ല, ജസ്റ്റ് നിങ്ങളെ കാണിച്ചു. ഇത് ചിലപ്പോൾ 5th ഇത് എന്താണെന്നൊക്കെ പറയുമായിരുന്നു. റീഡിങ് മാതിരി എന്തോ ആട്ടോ, റീഡിങ് ചെയ്യും ലൈൻസിൽ ഇങ്ങനെ എഴുതി വെച്ചു. പിന്നെ വരുന്നത് മാത്സ്. പിന്നെ വരുന്നത് മലയാളം ഭയങ്കര കുഞ്ഞു ബുക്കാട്ടോ, ഇത്ര പോലും ഇല്ല, അത്ര കുഞ്ഞാണ്. ഞങ്ങൾക്കിങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് വന്നിരിക്കുന്നത്. പിന്നെ വരുന്നത് ഇത് ഗ്രാമറും കോമ്പോസിഷനൊക്കെ ഉള്ള ഒരു ബുക്കാണ് കേട്ടോ. നമ്മളിപ്പോൾ ബുക്ക് എന്നൊക്കെ പറയില്ലേ ഇംഗ്ലീഷിൻ്റെ, അതുപോലെയൊക്കെയാണ് കേട്ടോ വരുന്നത്. ഞങ്ങൾ പണ്ട് ഇങ്ങനെ ഒരു കുഞ്ഞായിരുന്നു, ഇതുമാതിരിയായിരുന്നു 4ാം ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു വലിയ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായി. ഇതൊക്കെ കവർ ചെയ്യാൻ തോന്നില്ല, അത്രയും ക്യൂട്ടായിട്ടുള്ള ഡിസൈനുകളാണ് ഇതിന് വന്നിരിക്കുക, റെയിൻബോ ഇതൊക്കെ ആയിട്ടിട്ട്. ഇതുപോലത്തെ കുറച്ച് ബോൺ പേപ്പേഴ്സൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഫുള്ളി വന്നപ്പോൾ ബോണ്ട് ചെയ്യാനേ തോന്നുന്നില്ല, അത്രയും നല്ല ക്യൂട്ടാണ്. ആർട്ട് ബുക്ക്. അപ്പോൾ ഇത് ആർട്ട് ബുക്കാണ്, എല്ലാവർക്കും അറിയാലോ, ആർട്ട് ബുക്സ്. ഓക്കെ, ലാസ്റ്റ് വൺ ആണ് നമ്മുടെ GK ബുക്ക്. GK മീൻസ് ജനറൽ നോളേജ്. അതാണ് എൻ്റെ ഫേവറേറ്റ് ആണ്. നമുക്ക് എല്ലാത്തിനെ കുറിച്ച് അറിയാൻ പറ്റും, എന്തൊക്കെയാണെന്നൊക്കെ അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണത്. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോയിൽ അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് പറ്റുന്ന ടൈപ്പിലാണ് എനിക്കൊരു ഐഡിയാസ് കിട്ടുള്ളൂ, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ബൈ.